പാകിസ്ഥാനിൽ ഒരു നിശബ്ദ അട്ടിമറി നടന്നിരിക്കുന്നു. ഇന്ത്യയെ മാത്രമല്ല ലോകത്തിൻ്റെ പകുതി ഭാഗത്തെയും മുക്കുമെന്ന് പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസീം മുനീർ അവകാശപ്പെട്ടതിന് പിന്നാലെ ഇന്ത്യ തിങ്കളാഴ്ച പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ചു. പാകിസ്ഥാൻ കരസേനാ മേധാവി അസീം മുനീറിൻ്റെ പ്രസ്താവന അയൽ രാജ്യത്ത് ഒരു നിശബ്ദ അട്ടിമറി നടക്കുന്നുണ്ടെന്ന് കാണിക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിക്കുന്നു. പാകിസ്ഥാനിൽ ജനാധിപത്യ സംവിധാനമില്ല, യഥാർത്ഥ ശക്തി സൈന്യത്തിനാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ തെറ്റായ കൈകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. ലോകരാജ്യങ്ങൾ ഇതിനെക്കുറിച്ച് ആശങ്കപ്പെടണം. ഇന്ത്യക്ക് ആണവ ഭീഷണി നൽകുന്നത് പാകിസ്ഥാൻ്റെ ഒരു ശീലമായി മാറിയിരിക്കുകയാണ്. അമേരിക്ക പോലുള്ള ഒരു മൂന്നാം രാജ്യത്തിൻ്റെ ആണവ ആക്രമണത്തെക്കുറിച്ച് പാകിസ്ഥാൻ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നത് ഇതാദ്യമായാണ്. അമേരിക്കയുടെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് മുനീറിന് ഇത് ചെയ്യാൻ ധൈര്യപ്പെടുന്നത് എന്നും ഇന്ത്യ തുറന്നടിച്ചു. ആണവായുധ ഭീഷണിയിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോകില്ലെന്നും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി ഉചിതമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നത് തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയം തിങ്കളാഴ്ച അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യക്കെതിരായിട്ടുള്ള ഈ പ്രസ്താവന സൗഹൃദപരമായ ഒരു മൂന്നാം രാജ്യമാണ് നടത്തിയത്. ഇത് കൂടുതൽ ദാരുണമാണ്. പാകിസ്ഥാൻ്റെ ഭീകരതയ്ക്ക് ആക്രമണാത്മകമായ മറുപടി നൽകുമെന്ന് ഇന്ത്യ വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശവും നൽകിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഉചിതമെന്ന് കരുതുന്ന ഏതൊരു നടപടിയും സ്വീകരിക്കുമെന്നാണ് ഇന്ത്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ അമേരിക്കയുടെ പിന്തുണ ലഭിക്കുമ്പോൾ അവരുടെ ഫലപ്രദമായിട്ടുള്ള മുഖം പുറത്തു വരാൻ തുടങ്ങുകയും അവരുടെ ആക്രമണാത്മക മനോഭാവം തുറന്നു കാട്ടാൻ തുടങ്ങുകയും ചെയ്യുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നു. പാകിസ്ഥാനിലെ ജനാധിപത്യം ഇതുവരെ പേരിന് മാത്രമായിരുന്നു. ഇതുവരെ പേരിന് മാത്രമുണ്ടായിരുന്ന ആ ജനാധിപത്യം അസീം മുനീറിന് എപ്പോൾ വേണമെങ്കിലും നിശബ്ദമായോ തുറന്നോ ആയ അട്ടിമറി അതിലേക്ക് നടത്താനായി സാധിക്കും. ഈ രീതിയിൽ ഒരു ഫീൽഡ് മാർഷലിൽ നിന്ന് അദ്ദേഹത്തിന് പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് തന്നെയായി മാറാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ഇന്ത്യ പറയുന്നത്. പാകിസ്ഥാനിലെ ആണവായുധങ്ങളുടെ സുരക്ഷ അപകടത്തിലാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ഈ ആയുധങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഭീകരരുടെ കൈകളിലെത്താം എന്നും ഇന്ത്യ പറയുന്നു. ഏപ്രിലിൽ ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ ഒരു ഭീകരാക്രമണം നടന്നു. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അസീം മുനീർ കശ്മീരിൽ പ്രശ്നം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം വീണ്ടും അതേ രീതിയിലുള്ള പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമല്ലെന്നും പൂർത്തിയാകാത്ത ഒരു അന്താരാഷ്ട്ര അജണ്ടയാണെന്നും മുനീർ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. കശ്മീർ പാകിസ്ഥാൻ്റെ കഴുത്തിലെ രക്തക്കുഴലാണെന്ന് ഖ്വയ്ദ് ഇ അസം എന്ന ഭീകരവാദിയും പറഞ്ഞിരുന്നു. ഇതിനു പുറമെ ഇന്ത്യക്കെതിരെ വിഷം വമിപ്പിക്കുന്നതിനിടയിൽ അസീം മുനീർ ഇന്ത്യയെ പരോക്ഷമായി പ്രശംസിക്കുകയും പാകിസ്ഥാനെ വിമർശിക്കുകയും ചെയ്തു. ഇന്ത്യയെ തിളങ്ങുന്ന മേഴ്സിലസ് ബെൻസിനോടും പാകിസ്ഥാനെ മാലിന്യം നിറച്ച ട്രക്കിനോടുമാണ് അസീം മുനീർ താരതമ്യം ചെയ്തത്. ഞാൻ സ്ഥിതിഗതികൾ ലളിതമായി വിവരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇന്ത്യ തിളങ്ങുന്ന ഒരു ബെൻസ് അല്ലെങ്കിൽ ഹൈവേയിൽ ഓടുന്ന ഒരു ഫെറാറി പോലെ അതിവേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ ഒരു ഡംപിംഗ് ട്രക്ക് പോലെയാണ്. ഒരു ട്രക്ക് ഒരു കാറിലിടിച്ചാൽ ആരാണ് കൂടുതൽ കഷ്ടപ്പെടുക? ഞങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഇടിക്കാം, കാരണം നമ്മളൊരു ഡംപിംഗ് ട്രക്കാണ്. എന്നാൽ ബെൻസിൻ്റെ സുരക്ഷ ബെൻസിൻ്റെ മുതലാളിക്ക് മാത്രമാണ് എന്ന രീതിയിൽ അസീം മുനീർ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത്. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇതിൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇതിലുണ്ടാകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.